സൈക്കോളജിസ്റ്റുകൾക്ക് ചിലപ്പോൾ മെഡിസിനിലൂടെ കഴിയാത്ത കാര്യങ്ങൾ സൈക്കോളജിയിലൂടെ ആയിരിക്കും കഴിയും. ഞാനിത് മൈക്കിലൂടെ ക്യാമറയിലൂടെ പറയും. എൻ്റെ അയൽവാസിയിൽ പാവം ഒരു കൗസുത്ത എന്ന് പറയുന്ന രീതിയിൽ എൻ്റെ ഉമ്മൻ്റെ ഒക്കെ മൂത്തതാണ്. അവര് ജസ്റ്റ് അവരുടെ പേരക്കിടാവിനൊരു വയറുവേദന വന്നിട്ട് ഒരുപാട് ഹോസ്പിറ്റൽസ് പോയി, മിംസിൽ പോയി, അവിടെ പോയി, ഇവിടെ പോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നും കാണുന്നില്ല. അവസാനം കോട്ടക്കലിലെ അൽമാസ് ഹോസ്പിറ്റലിലെ പ്രധാനപ്പെട്ട ഒരു ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെ ഒരു സുലൈമാൻ മേപ്പത്തു എന്ന് പറഞ്ഞ ഒരാളുണ്ട്, സൈക്കോളജിസ്റ്റാണ്, നിങ്ങൾ അദ്ദേഹത്തെ ഒന്ന് കാണിച്ചു നോക്കി, ഞങ്ങളുടെ എല്ലാ ടെസ്റ്റിലും ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം എൻ്റെ ഒരു കൂട്ടുകാരനായതുകൊണ്ട് എന്നെ കുറിച്ച് പറയാനില്ല, ചില അനുഭവങ്ങൾ പറയും. അപ്പൊ ഇവര് പറഞ്ഞ അങ്ങോട്ട് അത് ഞങ്ങളെ മക്കളെന്നല്ലേ, എൻ്റെ മോനെന്നല്ലേ എന്നുള്ള അർത്ഥത്തിൽ അങ്ങോട്ട് പറയിച്ചു. എന്നിട്ട് ആ കുട്ടിയെ കൊണ്ട് എൻ്റെ അടുത്ത് കൊണ്ട്. അപ്പൊ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ വയറുവേദനയില്ല, അതിന് പക്ഷേ മെഡിസിൻ കൊടുത്തിട്ട് മാറാത്തത്, ചിലപ്പോൾ എൻഡോസ്കോപ്പിയും ചിലപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് കൊളോണോസ്കോപ്പിയും ഒക്കെ ചെയ്തിട്ടും തിരിയാത്തത്, ഒരു പക്ഷേ സൈക്കോളജിസ്റ്റുകളുടെ ഒരു തെറാപ്പി കൊണ്ട് മാറിയേക്കാം. ഞാൻ കുട്ടിയെ ഇരുത്തിക്കൊണ്ട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ആ കുട്ടിയുടെ പിന്നാലെ ഒരു സർപ്പം പാഞ്ഞതാണ്, പാമ്പ് പാഞ്ഞതാണ് സത്യത്തിൽ. അതിൽ പേടിച്ചുകൊണ്ട് ഓടിയതാണ്. ആ ഓട്ടം സൈക്കോസൊമാറ്റിക് ആയിട്ട് കൺവേർട്ട് ചെയ്തത്. ഈ സൈക്കോസൊമാറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈക്കോസിസും ന്യൂറോസിസും സൈക്കോസൊമാറ്റിക്കും ഉണ്ട്. സൈക്കോസൊമാറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാനസിക ജന്യ ശാരീരിക രോഗമാണ്. മനസ്സിൽ നിന്ന് ജനിക്കുന്ന ശരീരത്തിന്റെ രോഗം, അതാണ് മാനസിക ജന്യ ശാരീരിക രോഗം. മലയാളത്തേക്കാൾ ഒന്നും കൂടി നല്ലത് ഇംഗ്ലീഷിൽ പറയാനാണ് സൈക്കോസൊമാറ്റിക്. ഉദാഹരണത്തിന് സ്ത്രീകളിൽ കൂടുതലും ആളുകൾക്ക് ടെൻഷൻ അടിച്ചാൽ തലവേദന വരും. ചെറിയ കുട്ടികൾക്ക്, ഒട്ടുമിക്ക കുട്ടികൾക്കും പേടിച്ചാൽ പനി വരും. പേടി മനസ്സിൻ്റെതാണ്, പനി ശരീരത്തിൻ്റെതാണ്. ടെൻഷൻ എന്ന് പറയുന്നത് മനസ്സിൻ്റെതാണ്, പക്ഷേ അത് അനുഭവിക്കുന്നത് ശരീരമാണ്. ഈ കൊറോണ വന്ന സമയത്ത് ഒരുപാട് പഠനങ്ങൾ നടന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു പഠനമായിരുന്നു സൈക്കോസൊമാറ്റിക്. കൂടുതൽ ആളുകളും മരിച്ചത് കൊറോണ പിടിച്ചിട്ടല്ല, ഭയപ്പെട്ടിട്ടാണ് എന്നാണ് എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഇപ്പോൾ മെഡിക്കൽ സയൻസിൽ, ആധുനിക മെഡിക്കൽ സയൻസ്, എനിക്കാരെയും കുറ്റപ്പെടുത്തി പറഞ്ഞ് ശീലമില്ലാത്തത് കൊണ്ട് ഞാൻ എല്ലാവരും അംഗീകരിച്ചിട്ടേ പറയാറുള്ളൂ. ചിലപ്പോൾ നമുക്ക് അവരെയും സമീപിക്കേണ്ടി വരും. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ ചില പ്രത്യേക ആക്സിഡൻ്റ് ഒക്കെ വന്നാലും നമുക്ക് നീഡിൽ കൊണ്ട് മാറുന്നൊന്നല്ലല്ലോ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്ലബിങ് ആവശ്യമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ മെഡിസിൻസ് വളരെ, ഞാനിത് വളരെ റിസർച്ച്ഫുള്ളി പഠിച്ചുകൊണ്ടാണ് പറയുന്നത്, വെറുതെ എൻ്റെ ആശയങ്ങൾ പറയുന്നത്. ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന US-ലെ, അതേപോലെ തന്നെ UK-യിലേക്കുള്ള ടോപ്പ് റേഞ്ചിലുള്ള ഡോക്ടേഴ്സിനൊക്കെ നമുക്ക് ഇന്ന് നമ്മുടെ ഈ മൊബൈലിലൂടെ കോൺവെർസേഷൻ നടത്താവുന്നതേ ഉള്ളൂ. ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിൽ നമ്മുടെ നാട്ടിലുള്ള ആസ്ട്രമിംസിൽ മാസത്തിൽ വന്നു പോകുന്ന UK-യിലുള്ള ഏറ്റവും ടോപ്പ് റേഞ്ചിലുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. അവർ പറയുന്നു ക്യാൻസർ പോലും 1% സൈക്കോസൊമാറ്റിക്കാണ്. ഒരാൾ വെറുതെ ദേഷ്യം പിടിച്ച് ആളുകളോട് മോശമായി പെരുമാറിക്കഴിഞ്ഞാൽ, അയാളെ കാണുമ്പോൾ എപ്പോഴും ദേഷ്യം തന്നെ വന്നുകൊണ്ടിരുന്നാൽ അവൻ്റെ ഉള്ളിലുള്ള ചില പ്രകടനങ്ങൾ പിന്നീട് ക്യാൻസർ പോലും നിർമ്മിക്കാനുള്ള ശേഷിയുള്ള രീതിയിലേക്ക് മാറുന്നുവെന്ന്. ചിരിച്ചു കളിച്ചു നടക്കുന്ന ആളുകൾക്ക് കുറച്ച് ആയുസ് ദൈർഘ്യം കൂടുതലാണ് എന്നും റിസർച്ച് കാണുന്നു. റിട്ടയർമെന്റിന് ശേഷം ഒരിക്കലും വീട്ടിലിരിക്കരുത്, അവർ പുറത്തേക്ക് ഇറങ്ങണമെന്നാണ് അതിൻ്റെ ഫിലോസഫി. റിട്ടയർമെന്റിന് ശേഷം പിന്നെയും ജീവിതം നല്ല കളറാക്കുന്ന ആളുകളുണ്ട്, അവർ വളരെ സജീവമായി ജീവിക്കുന്നു. എന്നാൽ റിട്ടയർമെന്റ് 56-ൽ 56-ൽ ഇപ്പോൾ റിട്ടയർമെന്റ് ആണല്ലോ, മാക്സിമം 60 വയസ്സ് ചിലതിലൊക്കെ. അത് കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന ആളുകൾ ആലോചിച്ച് അവരുടെ ആരോഗ്യത്തെ ഇല്ലായ്മ ചെയ്യുന്നുമുണ്ട്. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലബ്ബാണ്, കൂട്ടിച്ചേർന്നതാണ്. ഇതെല്ലാം പരസ്പരം ബന്ധമുള്ളത്, കൊളാബറേഷൻ. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ സയൻസ് പറയുന്നു, ഈ മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ ഒത്തന്റിസിറ്റി സയൻസാണ്, ഒരിക്കലും സ്യൂഡോ സയൻസ് അല്ല. സ്യൂഡോ സയൻസ് എന്ന് പറഞ്ഞാൽ കപടശാസ്ത്രത്തെയാണ് സ്യൂഡോ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്യൂഡോ സയൻസ് അല്ല, ഞങ്ങൾ സയൻസ് തന്നെയാണെന്ന് പറയുന്നവർ മേ ബി ചില ആധിപത്യങ്ങളൊക്കെ ചുമത്താറുണ്ട്. ഞാൻ കുറ്റമല്ല, ഒരു ഫാക്ട് പറയാം. എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം ശിവപുരത്തുകാരനാണ്, പത്രങ്ങളിലൊക്കെ വന്ന വാർത്തയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ആബുട്ടി എന്നാണ്, പത്രങ്ങളിലൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. അദ്ദേഹത്തിൻ്റെ മകള് മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു പനി വന്നു, ഒരു ഡോക്ടറുടെ കയ്യിൽ നിന്ന് ഇഞ്ചക്ഷൻ മാറി അടിച്ചതാണ് ആ കുട്ടി മരിക്കുകയും ചെയ്തു.
എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ മകളാണ്. ഇതിൻ്റെ അർത്ഥം മെഡിക്കൽ സയൻസ് ഡോക്ടേഴ്സ് മൊത്തത്തിൽ മോശമാണെന്നല്ല, അത് ഞാൻ പറയുന്നില്ല. നല്ല ഡോക്ടേഴ്സ് ഒരുപാട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ചെറുപ്പത്തിൽ എനിക്കൊരു ആക്സിഡന്റ് പറ്റിയപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള ഒരാൾ മരണത്തോട് മുഖാമുഖം നിൽക്കുകയും പിന്നീട് മരിക്കുകയും ചെയ്തു. ആ സമയത്ത് ഓപ്പറേഷൻ മുഴുവനും പൂർത്തിയാക്കി. അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ 5 വാരിയലുകൾ തകർന്നിട്ട് എൻ്റെ ലിവറിനോട് ചേർന്ന ലിവർ പൊട്ടി അവസാനം ലിവർ ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞ് വാരിയലുകൾ ശരിപ്പെടുത്തി പിന്നെയും അത് കിട്ടാതെ വന്നപ്പോൾ ആ കുട്ടി ഇങ്ങനെ മരണത്തിനോട് മുഖാമുഖം നിൽക്കുന്ന ഒരു സമയമാണ്. ഞാനാണ് അപ്പോൾ ICUവിലുള്ളത്. ആ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹം ഒരു ക്രിസ്ത്യൻ ഡോക്ടറാണ്, ജോസ് ചാക്കോ പെരിയാപുരം. കേരളത്തിൽ ഒരു പക്ഷേ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നമ്പർ 1 ആയിരിക്കും അദ്ദേഹമാണ്. ഒറ്റ മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് ഹൃദയം കൊണ്ടുവന്ന് എറണാകുളത്ത് ഫിറ്റ് ചെയ്ത മനുഷ്യൻ. അദ്ദേഹത്തിന് എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. അന്ന് ഏകദേശം 2.25 ലക്ഷം രൂപയാണ്, എനിക്കന്ന് 18-19 വയസ്സുള്ളൂ. 2.25 ലക്ഷം രൂപയാണ് അന്ന് ബില്ല് വന്നത് ഹോസ്പിറ്റലിന്. മേജർ ഓപ്പറേഷനും ഇത്രയും ദിവസത്തെ ട്രീറ്റ്മെന്റ്. അങ്ങനെ ഞാനിങ്ങനെ പകച്ചു നിൽക്കുകയാണ്. ഞങ്ങളുണ്ട്, നാട്ടുകാരുണ്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊരു പാവം മോനാണ്, അദ്ദേഹം മരിച്ചുപോയി. അപ്പൊ ഇങ്ങനെ മരിച്ച മയ്യത്തിനെ കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ജോസ് ചാക്കോ പെരിയാപുരം ആ ലിസ്റ്റ് ഇങ്ങോട്ട് വാങ്ങി. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ ലിസ്റ്റ് മൊത്തത്തിൽ നോക്കി പേയ്മെന്റ് കൊടുക്കാനും അതിൽ 1 ലക്ഷം രൂപയാണ് ഇദ്ദേഹത്തിന്റെ ഓപ്പറേഷന്റെ ചാർജ് ഇട്ടിട്ടുള്ളത്. തന്നെ പോക്കറ്റിൽ നിന്ന് പാർക്കർ പേന എടുത്ത്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ജസ്റ്റ് അതിലിങ്ങനെ ക്ലോസ് ചെയ്തിട്ട് അവിടെ ഒരു സിഗ്നേച്ചർ ഇട്ടിട്ട് ബാക്കി അടച്ചോളൂ, എൻ്റെ ഓപ്പറേഷൻ്റെ പൈസ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെയുമുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. പ്രിയപ്പെട്ട ജോസ് ചാക്കോ പെരിയാപുരത്തിന് ഒരുപാട് നല്ല നല്ല ഒരുപാട് ഡോക്ടേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം, ഈ ആബുട്ടിക്കയുടെ മക്കൾ ഈ മരണം എങ്ങനെ വന്നു എന്നതിന് അന്വേഷണത്തിലൂടെ കടന്നു പോയപ്പോൾ നമുക്ക് മനസ്സിലായി. അവർ അന്നുള്ള മിനിസ്റ്റേഴ്സിൻ്റെ അരികിലൊക്കെ പോയി, ഒരുപാട് ആളുകളെ പോയി കണ്ടു. ആബുട്ടിക്ക കരഞ്ഞൊന്നും പ്രാർത്ഥിച്ചു ഇതിനൊരു പ്രതിവിധി കിട്ടാൻ. പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലായത്, അന്ന് അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ മാനസികമായി നമ്മൾ ഉണ്ടായതുകൊണ്ട് ഈ അബദ്ധം ചെയ്ത ഡോക്ടറെ ഒരുപാട് തവണ രക്ഷപ്പെടുത്തുന്ന അതിൻ്റെ അതോറിറ്റിയെയാണ് നമ്മൾ കാണുന്നത്. വലിയ വലിയ ആൾക്കാർ അവരെ ഇങ്ങനെ സംരക്ഷിക്കുന്നത് പോലെ നമുക്ക് തോന്നി. പൊളിറ്റീഷ്യൻസ് ആദ്യം നമുക്കതെല്ലാം ചെയ്യാമെന്ന് പറയുകയും പിന്നീട് പിൻവലിയുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ കളി നടത്തുന്നുണ്ട് എന്ന്. ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹം ആ ഒരു സങ്കടത്തോട് കൂടിയിട്ട് എൻ്റെ കൂടെ ഒരു ഉംറക്ക് പോകുന്നു. എല്ലാവരും അറിയുന്ന ഒരു സാധനമായിരിക്കും ഉംറ എന്ന് പറഞ്ഞാൽ. മറ്റുള്ളവരോട് പറയാനുള്ള പിൽഗ്രിംസ് യാത്രയാണ് മക്കയിലേക്ക്. ആ യാത്രയിൽ എല്ലാ ദിവസവും ഈ പെൺകുട്ടിക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കും, എല്ലാ സ്ഥലങ്ങളിലും പ്രാർത്ഥിച്ചുകൊണ്ട്. അങ്ങനെ തിരിച്ചു വരുമ്പോൾ, ഞാൻ സൈക്കോസൊമാറ്റിക് എന്താണെന്ന് പറയുന്നത്, തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്ക് കാലിനൊരു ജസ്റ്റ് ഒരു നീര് വന്നിട്ട് ഫ്ലൈറ്റിൽ നിന്നിട്ട് വലിയ പ്രയാസം വന്നു. അതൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അന്ന് പെരുന്നാൾ ദിവസം കൂടിയാണ്. പെരുന്നാൾ രാവിലെയാണ് ഞങ്ങൾ വന്നിറങ്ങുന്നത്, ചെറിയ പെരുന്നാൾ. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലെത്താനുള്ള ധൃതിയുണ്ട്. അതിലിടയ്ക്ക് അയാൾക്ക് കാലുവേദന. അങ്ങനെ അങ്കമാലിയിലെ ഹോസ്പിറ്റലിൽ ഇവിടെ ഇറങ്ങിയത്, കൊച്ചിയിൽ അങ്കമാലിയിലെ ഹോസ്പിറ്റലിലേക്ക് കയറി. അപ്പം ഞാൻ പ്രത്യേകിച്ച് ഇവരോട് പറഞ്ഞു, ആ കുട്ടിക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത് കുറച്ച് ദൂരെയാണ്, വാന നിർത്തിയിട്ടില്ല ഞങ്ങൾക്ക് പോകാനുള്ള, അവിടെ ആക്കിയേക്കണം. അദ്ദേഹം ഒരിക്കലും ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് വരരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അകത്തേക്ക് കയറി. അതിൽ കൂടുതൽ ആളുകൾക്ക് അത്ര മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ട്രീറ്റ്മെന്റ് കുറച്ച് നേരെ വൈകിയപ്പോൾ ആ കുട്ടിക്കയും വന്നു ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ. ഹോസ്പിറ്റലിൽ ഇങ്ങനെ നോക്കുന്നത്, അപ്പം ഞാനെന്തോ ഒരു ബില്ലും കൊണ്ട് ഇങ്ങനെ പായപ്പോഴത് കാണുന്നു. അദ്ദേഹം ഹോസ്പിറ്റൽ നോക്കുന്നു, കാഷ്വാലിറ്റി നോക്കുന്നു, തല കറങ്ങി വീഴുന്നു. അവിടെ വെച്ച് അദ്ദേഹത്തിന് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് വരും. ഇറ്റ് ഈസ് സൈക്കോസൊമാറ്റിക്. എൻ്റെ മകൾ ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിലായിരുന്നെന്നും ഈ അന്തരീക്ഷത്തിൽ വെച്ചിട്ടാണ് തൻ്റെ മകൾ തനിക്ക് നഷ്ടപ്പെട്ടതെന്നുമുള്ള ആ ഒരു വല്ലാത്തൊരു ചിന്തയുണ്ട്. ആ മാനസികപരമായ പ്രയാസങ്ങൾ അദ്ദേഹത്തിന് എന്തായി മാറുന്നു, അറ്റാക്കിലേക്ക് കൊണ്ടുപോകും. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹവും അന്നല്ലെങ്കിൽ പോലും ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഈ ലോകത്തോടുകൂടെ പറയും. ഇന്നും ആ മകൾക്ക് നീതി കിട്ടാതെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ആ കുട്ടിക്കയുടെ ഡോക്ടർ എന്ന് പറയുന്ന ഈ മകൾ, അല്ലെങ്കിൽ അതിനുവേണ്ടി MBBS പഠിക്കുന്ന കുട്ടിക്ക് ഇന്നും നീതി കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നു, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പല മേഖലയിലും ഈ പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പൊ അലോപ്പതി മെഡിസിനിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. എല്ലാ ഡോക്ടേഴ്സും മോശക്കാരൊന്നുമല്ല. അതിനുവേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകളും ഉണ്ടാകാം. ഇതെല്ലാം ഇവിടെ എന്തിനു പറയുന്നു എന്ന് വെച്ചാൽ നമുക്ക് നീതിയുക്തമായി സംസാരിക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോഴൊക്കെ കൊറോണ വന്ന സമയത്ത് അതിമനോഹരമായി കേരളത്തിന്റെ മഹാകവി എഴുതി വെച്ചിരുന്നു,
സുന്ദരമായി 2 വരികൾ. എന്ന് വെച്ചാൽ കൊറോണ വന്ന സമയത്ത് ആളുകൾക്ക് 3.25 ലക്ഷവും 5 ലക്ഷവും ഒക്കെ ചെലവാക്കാനില്ലായിരുന്നു കയ്യിൽ. എന്നിട്ടും അതിങ്ങനെ വാങ്ങിക്കൂട്ടുന്ന ഡോക്ടേഴ്സിനെ കുറിച്ചും ഹോസ്പിറ്റലിനെ കുറിച്ചും അദ്ദേഹം എഴുതി വെച്ചത്, കൊറോണ ബാധിച്ചിട്ട് മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുമ്പോഴും പുറത്തേക്ക് വിടുന്ന ഛർദിലിൽ പോലും, ആ വാക്ക് അങ്ങനെ തന്നെ, ഛർദിലിൽ പോലും നാണയത്തുട്ടുകൾ തിരിയുന്ന ഡോക്ടർമാരെ നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ എന്ന്. അഥവാ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പുറത്തേക്ക് വിടുന്ന ഛർദിക്കുന്ന രക്തത്തിൽ പോലും നാണയത്തുട്ടുകൾ തിരഞ്ഞ ഡോക്ടർമാരെ നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ എന്നാണ്. എന്ന് വെച്ചാൽ നെഗറ്റീവായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെയുള്ള ഡോക്ടേഴ്സും ഉണ്ടാകും, അത് നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. പല ആളുകളും അവരെ സംരക്ഷിക്കുന്നുണ്ട്. അപ്പൊ കോൺട്രാഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിൻ്റെ അകത്തിലുമുണ്ട്. ആയുർവേദ ചുരുക്കി പറഞ്ഞാൽ ഈ കൗസുത്തയുടെ ഈ കുട്ടിയെ കൊണ്ടുവന്ന് ഒരു തെറാപ്പി ചെയ്തു. ആ തെറാപ്പിക്ക് ബൂസ്റ്റിംഗ് തെറാപ്പി, അതേപോലെ തന്നെ നമുക്ക് ഷിഷ് തെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തെറാപ്പികളുണ്ട് ഈ സൈക്കോളജി. ഷിഷ് തെറാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു അന്തരീക്ഷത്തെ വീണ്ടും കൊണ്ടുവരും. ആ ഷിഷ് തെറാപ്പി അതെന്നെ പഠിപ്പിച്ചത് തന്നെ ഡോക്ടർ ക്ലെമന്റ് ഡിസൂസയാണ്, പ്രൊഫസർ ക്ലെമന്റ് ഡിസൂസ. അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റ് ആയിരുന്നു. ക്ലെമന്റ് ഡിസൂസയുടെ അധ്യാപകനാണ്. കൊറോണ സമയത്ത് അദ്ദേഹം മരിച്ചുപോയത് 83-ാമത്തെ മറ്റോ വയസ്സ്, 80 വയസ്സ് കഴിഞ്ഞു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹമാണ് എന്നെ ഷിഷ് തെറാപ്പി പഠിപ്പിച്ചത്. അപ്പൊ ഈ ഷിഷ് തെറാപ്പി എന്ന് പറഞ്ഞ സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് തെറാപ്പികൾ അറിയില്ല. സൈക്കോളജിസ്റ്റ് വേറെ പഠിക്കലാണ്, പക്ഷെ തെറാപ്പികൾ വേറെ തന്നെ നമ്മൾ പഠിക്കണം. ന്യൂറോ ലിംഗ്വിസ്റ്റിക് തെറാപ്പി ഉണ്ട്, ട്രാൻസാക്ഷണൽ അനാലിസിസ് തെറാപ്പി ഉണ്ട്, എറിക്സോണിക് ഹിപ്നോതെറാപ്പി ഉണ്ട്, സൈക്കോമെട്രിക് തെറാപ്പികളുണ്ട്, സൈക്കോ തെറാപ്പികളുണ്ട്. ഇങ്ങനെ ഒരുപാട് തെറാപ്പികളാണ്. അതിന് ഒരുപാട് പൈസയും ചെലവാണ്. ഈ ക്ലെമന്റ് ഡിസൂസയ്ക്ക് ഞാൻ തന്നെ ഡോക്ടർ ഹുസൈൻ സാറെ ഇത് ഭാവിയിൽ കേൾക്കുമെങ്കിൽ, ഈ സ്പീച്ച് കേൾക്കുമെങ്കിൽ, തിരുവല്ല ഡോക്ടർ ഹുസൈൻ സാർ 21 ലക്ഷം രൂപയാണ് തെറാപ്പികൾ പഠിക്കാൻ വേണ്ടി ചിലവാക്കി. ഞാൻ ഏകദേശം അതിൻ്റെ ഒരു പകുതി ഞാൻ ചിലവാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അത് കുറച്ച് എക്സ്പെൻസീവാണ് ഈ തെറാപ്പികൾ പഠിക്കുന്നത്. കാരണം അത്രയും ഒരു 4 ദിവസത്തെ ക്യാമ്പിന് വേണ്ടി 2 ലക്ഷം രൂപ വാങ്ങിക്കും, ചിലപ്പോൾ 7 ദിവസത്തെ ക്യാമ്പിന് വേണ്ടി 3 ലക്ഷം രൂപ വാങ്ങിക്കും, 12 ദിവസത്തെ ക്യാമ്പിന് വേണ്ടിയിട്ട്. ഇതൊക്കെ ഈ തെറാപ്പികൾ എങ്ങനെ പഠിക്കണം? ഈ സൈക്കോളജിയുടെ ബേസ് നമുക്ക് നന്നായിട്ട് അറിയണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കുട്ടിയെ ഞാൻ അന്ന് ജസ്റ്റ് ഒരു തെറാപ്പി ചെയ്തു, ജസ്റ്റ് ഒരു തെറാപ്പി. അവരൊന്നും ജീവിച്ചിരിപ്പുണ്ട്, ഈ കൗസുത്താത്തയും ജീവിച്ചിരിപ്പുണ്ട്, അവരുടെ മക്കളും ജീവിച്ചിരിപ്പുണ്ട്, ഈ പറഞ്ഞുകുട്ടിയും ജീവിച്ചിരിപ്പുണ്ട്. എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു തെറാപ്പി. ആ പാമ്പ് പായുന്നതിന് വീണ്ടും കാണിച്ചു കൊടുത്ത് ആ പാമ്പ് പായുന്ന സമയത്ത് ആ തെറാപ്പിയിൽ കുട്ടി ഇങ്ങനെ വറക്കാൻ തുടങ്ങും. ജസ്റ്റ് ശിക്ഷ ചെയ്തിട്ട് ഒഴിവാക്കണം. ശിഷ് തെറാപ്പി എന്നാണ് അതിന് പറയാം. ഇറ്റ് ഇസ് സയന്റിഫിക്. ഏതായിരുന്നാലും ശരി, ആ ശിഷ് തെറാപ്പി ചെയ്തതോട് കൂടിയിട്ട് ആ കുട്ടിയുടെ പാമ്പും പോയി, ആ വയറുവേദനയും പോയി. വേണമെങ്കിൽ എന്ത് ചെയ്യാം, തെറാപ്പികളെ മറ്റുള്ളവർക്ക് വിമർശിക്കാം, പക്ഷേ എഫക്റ്റ് എന്ത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്ത് എഫക്റ്റ് ഉണ്ട് എന്നതാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഇങ്ങനെ ഓരോ രീതിയിലുള്ള ഓരോ കാര്യങ്ങളുമുണ്ട്. എനിക്കറിയാവുന്ന ഒരു കുട്ടി, എൻ്റെ ഒരു അനിയൻ്റെ, അതായത് മുത്തപ്പൻ്റെ മോൻ്റെ ഭാര്യൻ്റെ അനിയത്തിയാണ്. ഇതേപോലെ തന്നെ ആകാശത്തേക്ക് പാമ്പ് കൊടുത്തത് ഇമാജിനറിയാണ്. പാമ്പ് അങ്ങനെ പറയുന്നൊന്നുമില്ല. ഇതേപോലെ ഒരു പാമ്പ് പിന്നാലെ പറഞ്ഞതാണ്. ആ കുട്ടിക്ക് ഇതേപോലെ പ്രശ്നം ഉണ്ടായി. ചുരുക്കി പറഞ്ഞാൽ പാമ്പ് തന്റെ ശരീരത്തിൽ നിന്ന് പോയി സൂര്യനിലേക്ക് പോയി സൂര്യനിൽ കത്തിയാൻ വരുന്ന വേറൊരു തെറാപ്പിയാണ്. ഇതൊരു തെറാപ്പിയാണ്. ഇതൊരു തരം ഹലൂസിനേഷൻ ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ അതോട് കൂടിയിട്ട് അസുഖങ്ങൾ മാറും. അപ്പൊ ഇതിനെ നമുക്ക് സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പല കാര്യങ്ങൾക്കും കഴിയും. എങ്ങനെ കഴിയും? നമുക്ക് സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ എങ്ങനെ കഴിയാം? ഫോർ എക്സാമ്പിൾ, ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കാറുണ്ട്, ഞാനത് സയൻസ് നന്നായിട്ട് പഠിച്ചിട്ടുള്ള ഈ IIT-യിൽ, ഞാൻ മിനിയാന്ന് പോയിരുന്നു IIT ചെന്നൈയിലെ കുട്ടികളോട് ഞാൻ ചോദിച്ചു അതിൻ്റെ സയന്റിഫിക് മെത്തേഡ് എന്താണ്. ഉദാഹരണത്തിന്, നമ്മളിങ്ങനെ കിണറ് കുടിച്ചു പോകുന്ന സമയത്ത് ഈ പൊത്തിൽ കാണാൻ തവളയിരിക്കുന്നുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള തവളയായിരിക്കും. അപ്പം എവിടെ കൊണ്ടുവന്ന് വെച്ചതുപോലെ എത്രയോ ദിവസങ്ങളായിട്ട് ആ തവള അതിൻ്റെ ഉള്ളിലാണ്. ആ തവള പുറത്തേക്ക് ചാടുന്നു. നമ്മൾ ആ തവളയുടെ മേലിൽ ഒരു കൊട്ട മണ്ണിട്ടാൽ മതി, ജസ്റ്റ് ഒരു വെള്ളിക്കൊട്ട മണ്ണ്, അതോടുകൂടി ആ തവള താഴ്ച. ഇതെങ്ങനെ നമുക്ക് സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും? ഈ ലോകത്തിൽ സയന്റിഫിക് ആയിട്ട് എല്ലാം പ്രൂവ് ചെയ്യാൻ കഴിയില്ല. അത് നമ്മുടെ ഒരു തെറ്റായ ധാരണയാണ്. ഇപ്പൊ സയൻസ് ഒരുപാട് കാലം നമ്മളൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചത് സയന്റിഫിക് ആയിട്ട് എല്ലാം പ്രൂവ് ചെയ്യാമെന്ന സയൻസ് പറയാം. പക്ഷേ പ്രൂവ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഏരിയകളുണ്ട്. കാരണം നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്, മനുഷ്യന്റെ മസ്തിഷ്കത്തിന് ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ കുറച്ച് രീതിയിൽ സയൻസ് പഠിച്ച ആളുകൾ ഒരു പക്ഷേ പറയും, എന്തിനാണ് നമ്മൾ അങ്ങനെ പോകുന്നത് ഇങ്ങനെ പോകുന്നതെന്നൊക്കെ പറയും. പക്ഷേ ചന്ദ്രയാൻ ഈ അടുത്തിടെ വിട്ടു. ചന്ദ്രയാൻ വിടുന്നതിന് നേതൃത്വം കൊടുത്തത് ഒരു മലയാളിയാണ്. ആ മലയാളി അദ്ദേഹത്തിൻ്റെതായ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞിട്ടാണ് സത്യത്തിൽ ചന്ദ്രയാൻ വിടുന്നത്. അതിന് വേണമെങ്കിൽ നമുക്ക് വിമർശിക്കാം. പക്ഷെ വിമർശിക്കുന്നവർ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിന്റെ ആ ഒരു സ്പിരിച്വാലിറ്റി ആയിരിക്കും ഈ ചന്ദ്രയാൻ കണ്ടെത്തുന്നതിന് അദ്ദേഹത്തിന് പ്രചോദനമായിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അതിന് താഴെ ഒരു ഇത് കണ്ടെത്തുന്നത്.
അപ്പൊ ഈ സ്പിരിച്വാലിറ്റിയും ഇതേപോലെ തന്നെ കുറെ കാര്യങ്ങളും എല്ലാം കൂടി ലിങ്കാണ്, പരസ്പര ബന്ധങ്ങളാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെയാണ്. ഇപ്പൊ എന്തുകൊണ്ട് ഇപ്പൊ ഇതിൽ വ്യത്യസ്ത മതവിശ്വാസികളായിരിക്കുന്നു. ഇപ്പൊ സ്പിരിച്വാലിറ്റിയിൽ ഞാൻ അതിനെക്കുറിച്ച് പറയാൻ വന്നതല്ലെങ്കിൽ പോലും ഇപ്പൊ ഹൈന്ദവർക്ക് രാവിലെ പ്രാർത്ഥിക്കാറുണ്ട്. ഓം സഹനാവതു സഹനഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ ഓം ശാന്തി. അതിൽ അക്ഷരങ്ങൾ തെറ്റില്ല എന്നാണ് എന്റെ ധാരണ. കാരണം അത് എന്നെ പഠിപ്പിച്ചത് ആഴ്വാഞ്ചേരി തമ്പുരാക്കളാണ്. അദ്ദേഹം എന്റെ അയൽവാസിയാണ്. ഞാൻ പറയുന്നത് ഞങ്ങൾ പഠിച്ചത് തെളിഞ്ഞു വരട്ടെ, ഞങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയിൽ ലോകത്തിന് മുഴുവൻ സമാധാനത്തിന് വേണ്ടിയിട്ട് ആ രസകരമായ രീതിയിൽ തന്റെ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ തന്റെ ഒരു സ്പിരിച്വാലിറ്റി ഉണ്ടല്ലോ, ഒരു ആത്മീയത ഉണ്ടല്ലോ, അതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചവന് വർഗീയവാദിയാകാൻ കഴിയില്ല. അല്ലാഹുമ്മ ഇന്നക അൻതസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ഒരു യഥാർത്ഥ മുസൽമാൻ വർഗീയവാദിയാകാൻ കഴിയില്ല. വർഗീയവാദികൾ ആ മതത്തിൽ നിന്ന് പുറത്താണെന്ന് മതം പഠിക്കുമ്പോഴേ നമ്മൾ മനസ്സിലാക്കും. വർഗീയവാദികൾ ആ മതത്തിന് പുറത്താണ്. കാരണം വർഗീയത ആരും പഠിപ്പിച്ചിട്ടില്ല. എല്ലാവരും നല്ല രസകരമായി മനുഷ്യനെ സ്നേഹിക്കാനും പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മതത്തെ അങ്ങനെ ഇങ്ങനെയൊക്കെ വൈകല്യത്തോടു കൂടി കാണുന്നവർക്ക് വേണമെങ്കിൽ വർഗീയവാദികളാകാം. വർഗീയവാദം എന്ന് പറഞ്ഞാൽ വർഗത്തെ കുറിച്ച് വാദിക്കലാണ് വർഗീയവാദമെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ തീവ്രവാദം എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് പോകാൻ യഥാർത്ഥ വിശ്വാസികൾക്ക് കഴിയും. ഇതേപോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന സയൻസുകളെ സ്യൂഡോ സയൻസ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളയേണ്ടതല്ല, അതിനെ കുറിച്ചൊന്ന് റിസർച്ച് ചെയ്യുന്നത്. ഇപ്പൊ ചൈനയിൽ 6 വർഷത്തെ കോഴ്സ് ഉണ്ട്. ചൈനയിൽ അക്യുപഞ്ചറിന്റെ PhD ഉണ്ട്. 1 വർഷത്തെ 2 വർഷത്തെ ഡിപ്ലോമയുണ്ട്. അതിമനോഹരമായിട്ടുള്ള ഒരുപാട് കോഴ്സസ് ഉണ്ട്. ഇവിടെ ഡോക്ടേഴ്സ് പഠിക്കുന്നത് പോലെ കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. 6 വർഷത്തെ കംപ്ലീറ്റ് കോഴ്സ് ഉണ്ട്. ലോകത്തിൽ നിങ്ങൾക്കറിയാലോ അലോപ്പതി, അതേപോലെ തന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത് അക്യുപഞ്ചർ എന്ന് പറയുന്ന സയൻസ് തന്നെയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇതിനൊരു ബേസ് ഉണ്ട്. പക്ഷെ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളും ചിന്തിക്കേണ്ടത് എന്താണ്, ഇത് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചൈനീസ് അക്യുപഞ്ചർ ആദ്യം പഠിച്ചിട്ടുള്ളത്, നമ്മളൊരു പക്ഷേ ജാപ്പാനീസ് അക്യുപഞ്ചർ അല്ല പഠിച്ചിട്ടുള്ളത്, ചിലപ്പോൾ കൊറിയൻ അക്യുപഞ്ചർ അല്ല പഠിച്ചത്, അല്ലെങ്കിൽ ലേസർ അക്യുപഞ്ചർ അല്ല പഠിച്ചത്. ഇതൊക്കെ സയന്റിഫിക്കലി പ്രൂവ് ചെയ്ത സാധനങ്ങളാണ്. ഇതേപോലെ കോസ്മെറ്റിക് അക്യുപഞ്ചർ ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കോസ്മെറ്റിക് അക്യുപഞ്ചർ ഒരു മനുഷ്യന്റെ മുഖത്തെ തെളിച്ചങ്ങൾ കൂട്ടാനും അതേപോലെ തന്നെ മനുഷ്യന്റെ എല്ലാ ടാൻസും ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള അക്യുപഞ്ചർ സ്പെഷ്യൽ ആയിട്ടുണ്ട്. ഇതൊക്കെ സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്ത സാധനങ്ങളാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നതും നമ്മൾ ചെയ്യുന്നതും ഈ ഒരു സയൻസ് റിലേറ്റഡ് ആയി അതിനൊരു ഫിലോസഫി ഉണ്ടായി അതിമനോഹരമായി ഇൻഡെപ്ത് ആയിട്ട് അറിഞ്ഞിട്ടാണ് ചെയ്യുന്നത് എന്ന് ഈ ഇരിക്കുന്ന ഓരോരുത്തരും നമ്മെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ചിട്ടും ഒരു വിശ്വാസം ഉണ്ടായിരിക്കും. കാരണം ഇതിനെ പറയുന്നത് മെറിഡിയൻസ് എന്നാണ്. മെറിഡിയൻസ് മാത്രം പഠിച്ചാൽ പോരാ, ഇതിനെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മെറിഡിയൻസ് ഉണ്ടാകും, പക്ഷെ മനുഷ്യന്റെ അനാട്ടമിയെ കുറിച്ചിട്ട് അത്യാവശ്യം ഒരു വിവരം നമുക്കുണ്ടാകും. മനുഷ്യന്റെ ഓരോ ഘടകങ്ങളെ കുറിച്ചിട്ടൊരു വിവരം ഉണ്ടാകും. അപ്പൊ അതിന് നമ്മൾ സുവോളജിയും ബോട്ടണിയും അനാട്ടമിയും എല്ലാം കൂടി കലക്കി കൊടുത്ത് പഠിക്കണം എന്നല്ലേ പറയുന്നത്. ഇത് സയൻസ് വേറെയാണ്, അത് പഠിക്കേണ്ട കാര്യം ഉണ്ടാകില്ല. പക്ഷേ മെറിഡിയൻസ് എന്ന് പറയുന്ന സാധനം എങ്ങനെ മറ്റുള്ളതിലേക്ക് ബന്ധപ്പെട്ട് പോകും. ഉദാഹരണത്തിന് സൈക്കോളജിസ്റ്റുകൾ തെറാപ്പി ചെയ്യുന്ന സമയത്ത് അത് ആ കുട്ടിക്ക് വേറെ രീതിയിൽ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുമോ എന്ന് ഞാൻ ചിന്തിക്കണം. പാമ്പിനെ പായിച്ചിട്ട് അവസാനം അതിലും വലിയ മൂർഖനകത്തേക്ക് കയറുന്ന അവസ്ഥയിലേക്കാണ്